ഹായ് ഓൾ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ, മിസ്റ്റേക്സ് എല്ലാം ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അതായത് A+ ലെവലിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഉഴപ്പുന്നവരുണ്ടാവും. നല്ല പഠിക്കുന്നവരെങ്ങനെയാണ്? അവർക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയാൻ അവരത് സമയത്തിന് ചെയ്തു പോകും. പഠിക്കാത്ത കുട്ടികളോ, അതായത് തോൽക്കുന്ന ചാൻസ് ഉള്ളവരോ, അവർക്ക് ടീച്ചർമാർ നല്ല കെയർ കൊടുത്തത് അവസാനത്തെ നിമിഷത്തിലും പഠിപ്പിക്കും. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്. നല്ല ഹൈ മാർക്കും ഇല്ല, എന്നാൽ തോൽക്കാൻ സാധ്യതയില്ല. അതിൻ്റെ രണ്ടിനും നടുവിൽ കിടക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അവർക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു നിശ്ചയം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടിക്കെങ്കിൽ ഒരു കുട്ടിക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്ന ചാപ്റ്ററാണ്. +2 അക്കൗണ്ടൻസിയിലെ, അതായത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കമ്പനി അക്കൗണ്ട്സിലെ 5ാമത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് റേഷ്യോസ്. വളരെ സിമ്പിളായ ചാപ്റ്ററാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്താ വെച്ചാൽ +2 മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത്. ഇനി കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് നിങ്ങൾ ഭാവിയിൽ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഈ ചാപ്റ്റർ അവിടെ ഉണ്ടാവും. പിന്നെ ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കും ജോബിൻ്റെ സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് +2 കൂടി വിടേണ്ട ഒരു കോൺസെപ്റ്റ് അല്ല. ഇതിൽ ഞാൻ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെയാണ് കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങളിത് എക്സാമിൻ്റെ തലേ ദിവസവും വന്ന് കാണുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ ഒതുക്കുകയാണ്. മെയിൻ പോയിന്റ്സ് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോവാം ഫസ്റ്റ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ഒരു ടൂളാണ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്ന് പറയുമ്പോൾ രണ്ട് ഫിഗേഴ്സ് അല്ലെങ്കിൽ അക്കങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിലേക്ക് കൂടുതലായി ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. റേഷ്യോസ് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ആണ്. അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അതിലെ ലിക്വിഡിറ്റി റേഷ്യോസ്, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ ബാധ്യതകൾ, അതായത് ഒരു സ്ഥാപനത്തിന് അവരുടെ ബാധ്യതകൾ നിറവേറ്റാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നാണ് ലിക്വിഡിറ്റി എന്ന പദം സൂചിപ്പിക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസിൽ 2 തരം ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: കറന്റ് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ. കറന്റ് റേഷ്യോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് അതിന് പേരുണ്ട്. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും പേരുണ്ട്. കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധത്തെയാണ് കറന്റ് റേഷ്യോ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് അസറ്റിൽ നിന്നും ഇൻവെന്ററി മൈനസ് ആക്കിയിട്ടുള്ളതാണ് ക്വിക്ക് റേഷ്യോ. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഗൂഡ്സ് ആണ്. അത് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇൻവെന്ററി ക്വിക്ക് റേഷ്യോയിൽ, അതായത് ക്വിക്ക് അസറ്റിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, അതും വളരെ എളുപ്പമാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്തത് കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണ്, കറന്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് നോക്കൂ. ഇത് നമുക്ക് കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് ഈ റേഷ്യോസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. MCQ ആണ് കേട്ടോ. ഡാഷ് മീൻസ് എബിലിറ്റി ടു പേ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ഇൻ ടൈം. എബിലിറ്റി ടു പേ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ഇയർ. ലിക്വിഡിറ്റിനെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. പിന്നെ റിലേഷൻഷിപ്പ് എക്സ്പ്രസ്ഡ് ബിറ്റ്വീൻ ക്വിക്ക് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ഇസ് നോൺ ആസ് ക്വിക്ക് റേഷ്യോ. സിമ്പിൾ ചോദ്യങ്ങളാണ് കേട്ടോ, ജസ്റ്റ് നോക്കിയാൽ മതി. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതൊരു ബാലൻസ് ഷീറ്റ് ആണ്. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കറന്റ് റേഷ്യോ ആണ്. കറന്റ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. ഇതിൽ കറന്റ് അസറ്റ്സ് എത്രയാണ്? ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് മൊത്തത്തിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 530,000 എന്ന് കിട്ടും കറന്റ് അസറ്റ്സ് ടോട്ടൽ. ഇനി കറന്റ് ലയബിലിറ്റീസ്, വെർ ഈസ് കറന്റ് ലയബിലിറ്റീസ് ഗോൺ? കറന്റ് ലയബിലിറ്റീസ് 290,000 തന്നിട്ടുണ്ട്, അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കറന്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 1.82759 എന്ന് കിട്ടും. അത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1.83 എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് കറന്റ് റേഷ്യോ കണ്ടുപിടിക്കുക. എന്തിനാണ് ഈ കറന്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിലുള്ള കറന്റ് അസറ്റ്സ് കൊണ്ട് എത്രത്തോളം നമ്മളുടെ ബാധ്യതകൾ നമുക്ക് തീർക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്തിരി ടഫാണ്, പക്ഷെ മനസ്സിലാക്കിയ എളുപ്പമാവും കേട്ടോ. അയ്യോ ദൈവങ്ങളെ. കാൽക്കുലേറ്റ് കറന്റ് അസറ്റ്സ്, ക്വിക്ക് അസറ്റ്സ് ആൻഡ് ഇൻവെന്ററി ഫ്രം ദ ഫോളോയിങ്. സാധാരണ നമ്മളോട് എന്താണ് ചോദിക്കാറ്?
കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ അത് കണ്ടുപിടിക്കാനാണ് ചോദിക്കാറ്. പക്ഷേ ഇവിടെ എങ്ങനെ ചോദിച്ചിരിക്കുന്നത് കറണ്ട് അസറ്റ്, ക്യുക്ക് അസറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ റേഷ്യോ തന്നിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ടെക്സ്റ്റത്തെ അതേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ സിമിലർ ആയിട്ടാണ് എക്സാമിനൊക്കെ വരാറ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇക്വേഷനിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലെന്താ പറയുന്നത്? കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു 1.5:1. അതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയേക്കാൾ 1.5 മടങ്ങ് കൂടുതലാണ് എന്നാണ്. ക്യുക്ക് റേഷ്യോ 1:1 എന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? രണ്ടും ഈക്വൽ ആണെന്നാണ്. അതായത് ക്യുക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഈക്വൽ ആണെന്നാണ് അർത്ഥം. കറണ്ട് റേഷ്യോ വെച്ചിട്ട് നമുക്ക് കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കാം കേട്ടോ. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. കറണ്ട് ലയബിലിറ്റി 50,000 തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ 1.5. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാണ്ടാവും, അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ 50,000 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 50,000 ആവും. 50,000 ഇൻറ്റു കറണ്ട് റേഷ്യോ, അതായത് 1.5 എത്രയാവും? 75,000. അതാണ് നമ്മുടെ കറണ്ട് അസറ്റ്സ്. ഇനി ക്യുക്ക് റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. ക്യുക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് ക്യുക്ക് അസറ്റ്സ് കണ്ടുപിടിക്കണം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സെയിം പ്രൊസീജിയർ ആണ് കേട്ടോ. ക്യുക്ക് അസറ്റ്സ് കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 50,000, അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 50,000. 50,000 ഇൻറ്റു 1 എത്രയാണ്? 50,000 തന്നെയാണ്. ഇത് ആൻസർ നോക്കാതെ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇൻവെൻട്രി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി മൈനസ് ആക്കിയിട്ടുള്ളതാണ് ക്യുക്ക് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ് എന്ത് കിട്ടും? ഇൻവെൻട്രി എന്ന് കിട്ടും. കറണ്ട് അസറ്റ് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു 75,000, പിന്നെ ക്യുക്ക് അസറ്റ് 50,000. ആ മൈനസ് ചെയ്യുമ്പോൾ 25,000 എന്ന് കിട്ടും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി കൂടാതെ പ്രീപെയ്ഡ് എക്സ്പെൻസസും അഡ്വാൻസ് ടാക്സ് കൂടി കുറയ്ക്കണം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇൻവെൻട്രി മാത്രമല്ല, പ്രീപെയ്ഡ് എക്സ്പെൻസസും അഡ്വാൻസ് ടാക്സും കുറയ്ക്കണം കേട്ടോ. കൂടുതലും ഇൻവെൻട്രി മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറ്. എങ്ങാനും ഇൻ കേസ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എളുപ്പമല്ലേ ഇത്? അതെ, എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്താൽ കിട്ടും, ഉറപ്പാണ് കേട്ടോ. ആരും ആദ്യത്തെ വട്ടം കിട്ടാണ്ട് നിർത്തി പോകരുത്. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം. എല്ലാവരും വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ടാണ് ഓരോന്ന് നേടിയെടുക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ എത്ര ട്രൈ ചെയ്തു എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോയും നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. ഇനി ബാക്കി 3 റേഷ്യോസ് കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇത് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.